ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. യൂദിത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരികയാണ്. യൂദിത്തിൻ്റെ പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്രകാരം പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ബത്തൂലിയ ഉപരോധിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. അവരുടെ ജലസ്രോതസ്സുകൾ, നദികളും അരുവികളും നീർച്ചോലകളുമെല്ലാം ഉപരോധത്തിലാണ്. ശത്രുക്കൾ അവയെല്ലാം പിടിച്ചടക്കിയിരിക്കുന്നു. നഗരത്തിനുള്ളിൽ തങ്ങൾ കരുതി വച്ചിരുന്ന ജലം കൊണ്ട് 34 ദിവസങ്ങൾ അവർ പിടിച്ചു നിന്നു. ഇനി ഒരു തുള്ളി ജലം പോലും ബാക്കിയില്ല. ദാഹജലം പോലും കിട്ടാതെ ജനം വലയുന്നു. അവരുടെ കുഞ്ഞുങ്ങൾ മോഹാലസ്യപ്പെട്ട് വീഴുന്നു. അവരുടെ തെരുവുകളിൽ ജനം ആശയറ്റ് തകർന്നു വീഴുന്നു. ഈ സമയം ബത്തൂലിയ നഗരത്തിലെ മുഴുവൻ ജനങ്ങളും വലിയ ആവലാതികളുമായി, കുറ്റപ്പെടുത്തലുകളുമായി നഗരമധ്യത്തിൽ നഗരാധിപന്മാർക്ക് എതിരെ തിരിയുകയാണ്. എത്രയും പെട്ടെന്ന് ഹോളോഫർണസിൻ്റെ മുമ്പിൽ കീഴടങ്ങി തങ്ങളുടെ ജീവനെങ്കിലും രക്ഷിക്കണം. തങ്ങൾ ഒരുപക്ഷെ അടിമകളായി പോയേക്കാം. എങ്കിൽ തന്നെയും തങ്ങളുടെ ജീവനെങ്കിലും രക്ഷിക്കാനുള്ള തീരുമാനം ഉടൻ തന്നെ എടുക്കണം എന്ന ആവശ്യവുമായി നഗരാധിപന്മാരുടെ അടുത്തേക്ക് എത്തുന്ന ജനത്തോട് നഗരാധിപനായ ഉസിയ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഉസിയ അവരോട് പറഞ്ഞത് എന്ന് 7-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളിലൂടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. അതുകൊണ്ട് ആ ഭാഗം നമുക്ക് ഈ സമയം വായിക്കാം. സാധിക്കുമെങ്കിൽ നിങ്ങളും എന്നോടൊപ്പം തന്നെ വിശുദ്ധ ഗ്രന്ഥമൊന്ന് കയ്യിലെടുത്ത് 7-ാം അധ്യായത്തിൻ്റെ, യൂദത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. സദസ്സിലാകെ വലിയ വിലാപമുയർന്നു. അവർ ദൈവമായ കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിച്ചു. ഉസിയ അവരോട് പറഞ്ഞു, എൻ്റെ സഹോദരന്മാരെ, ധൈര്യമായിരിക്കുവിൻ. 5 ദിവസം കൂടി പിടിച്ചു നിൽക്കാം. അതിനു മുൻപ് നമ്മുടെ ദൈവമായ കർത്താവ് അവിടുത്തെ കൃപ വീണ്ടും നമ്മുടെ മേൽ ചൊരിയും. അവിടുന്ന് നമ്മെ നിശേഷം കൈവിടുകയില്ല. എന്നാൽ ഈ ദിനങ്ങൾ ഒരു സഹായവും ലഭിക്കാതെ കടന്നുപോയാൽ ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. അനന്തരം അവൻ ജനത്തെ അവരുടെ സ്ഥാനങ്ങളിലേക്ക് അയക്കുകയും അവർ നഗരത്തിൻ്റെ മതിലുകളിലും ഗോപുരങ്ങളിലും കയറി സ്ഥാനമുറപ്പിക്കുകയും ചെയ്തു. അവൻ സ്ത്രീകളെയും കുട്ടികളെയും വീട്ടിലേക്ക് അയച്ചു. നഗരമാകെ നൈരാശ്യത്തിലാണ്ടു. ഒരു ഭാഗത്ത് പെറുപെറുക്കൽ, മറ്റൊരു ഭാഗത്ത് വിലാപം. ഒരു വിഭാഗം ജനം നിലവിളികളോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. മറ്റൊരു വിഭാഗം സകല പ്രതീക്ഷയും അസ്തമിച്ച് വിലപിക്കുന്നു, നിരാശയിലായിരിക്കുന്നു. ഇതിനിടയിൽ നഗരശ്രേഷ്ഠനായ ഉസിയ അവരെ ധൈര്യപ്പെടുത്തുകയാണ്. ഉസിയ അവരോട് പറയുന്നത്, 34 ദിവസങ്ങൾ നമ്മൾ പിടിച്ചു നിന്നു, ഇനി 5 ദിവസങ്ങൾ കൂടി നിങ്ങൾ പിടിച്ചു നിൽക്കണം.
അങ്ങനെ വരുമ്പോൾ 39 ദിവസങ്ങളാവും. 40-ാം ദിവസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സമയമാണ്. അതുകൊണ്ട് ഉസിയ അവരോട് പറയുന്നു, 5 ദിവസങ്ങൾ കൂടി നമുക്ക് പിടിച്ചു നിൽക്കാം, പൊരുതി നിൽക്കാം. 5 ദിവസങ്ങൾ കഴിയുമ്പോൾ ഉപരോധം ആരംഭിച്ചിട്ട് 39 ദിവസങ്ങൾ പൂർത്തിയാകും. ഈ 5 ദിവസങ്ങൾക്കിടയിൽ ദൈവമായ കർത്താവ് ശക്തമാം വിധം ഇടപെടും എന്ന ബോധ്യമാണ് ഉസിയായ്ക്കുള്ളത്. ഉസിയ പറയുന്നത് 5 ദിവസങ്ങൾക്കുള്ളിൽ കർത്താവിൻ്റെ കൃപ അവിടെ നമ്മുടെ മേൽ ചൊരിയും എന്നാണ്. ഇനി ഈ 5 ദിവസങ്ങൾക്കുള്ളിൽ കർത്താവിൻ്റെ സജീവമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ജനം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാം. അതായത് നിരുപാധികം ആയുധം അടിയറ വെച്ച് അസീറിയക്കാരുടെ അടിമകളാകാൻ നമ്മൾ തയ്യാറാകാം എന്ന ഉറപ്പ് നഗരാധിപനായ ഉസിയ ജനത്തിന് കൊടുക്കുന്നു. അതായത് നഗരാധിപനായ ഉസിയ ജനത്തോട് 5 ദിവസങ്ങൾ കൂടി ആവശ്യപ്പെടുകയാണ്. 5 ദിവസങ്ങളുടെ ത്യാഗം കൂടി നേതാവായ ഉസിയ ജനത്തോട് ചോദിക്കുന്നു. 5 ദിവസങ്ങൾ കൂടി നിങ്ങൾ ത്യാഗപൂർവം കാത്തിരിക്കണം, ദൈവം ഇടപെടും. ഇനി അഥവാ ദൈവം ഇടപെട്ടില്ലെങ്കിൽ, ഈ 5 ദിവസങ്ങൾക്കുള്ളിൽ ദൈവം ഇടപെട്ടില്ലെങ്കിൽ, നിങ്ങൾ പറയുന്നത് പോലെ അടിയറവ് വയ്ക്കാൻ ഞാൻ തയ്യാറാകാം എന്ന് നഗരാധിപൻ പറയുന്നു. യൂദത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരൻ അവസാനം ഇപ്രകാരം പറയുന്നുണ്ട്: നഗരമാകെ നൈരാശ്യത്തിലാണ്ടു. നഗരമാകെ നൈരാശ്യത്തിലാണ്ടു എന്ന പ്രസ്താവനയോടെയാണ് ഈ പുസ്തകത്തിൻ്റെ 1-ാം ഭാഗം സത്യത്തിൽ അവസാനിക്കുന്നത്. 7 അധ്യായങ്ങളുള്ള 1-ാം ഭാഗം ഇവിടെ തീരുകയാണ്. 8-ാം അധ്യായം മുതൽ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇവിടെ വായനക്കാരൻ്റെ മനസ്സിൽ ഇപ്പോൾ പ്രധാനമായിട്ടും ചില ചോദ്യങ്ങൾ, 3 ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. നഗരമാകെ നൈരാശ്യത്തിലാണ്ടിരിക്കുന്നു, ജനം ആശയറ്റിരിക്കുന്നു, നിരാശയിലേക്ക് നിബന്ധിച്ചിരിക്കുന്നു. ഈ സമയം ഇത് വായിക്കുന്ന വായനക്കാരായ നമ്മുടെ മനസ്സിൽ 3 ചോദ്യങ്ങളാണ് ഉള്ളത്. 1, ഇസ്രായേൽ ജനം അവരുടെ ശത്രുക്കൾ കരുതുന്നത് പോലെ ദാഹജലം കിട്ടാതെ ഒന്നടങ്കം ബത്തൂലിയ നഗരവീഥികളിൽ മരിച്ചു വീഴുമോ? 2, നിരാശരായ ഈ ജനം ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ഹോളോഫർണസിൻ്റെ അടിമകളായി നെബുക്കദ്നെസറിനെ ദൈവമായി ആരാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാകുമോ? 3, നഗരാധിപനായ ഉസിയ ജനത്തോട് പറഞ്ഞതുപോലെ ദൈവം അത്ഭുതകരമാം വിധം ഈ ജനത്തിനു വേണ്ടി അവരുടെ ചരിത്രത്തിൽ ഇടപെടുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് സത്യത്തിൽ 8-ാം അധ്യായം മുതലുള്ള ഈ പുസ്തകത്തിൻ്റെ 2-ാം ഭാഗത്ത് നമ്മൾ കാണുന്നത്. 8-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 8-ാം അധ്യായം തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടെത്തുന്നത് ഒരു വിധവയെയാണ്. അവളുടെ പേര് യൂദിത്ത് എന്നാണ്. സത്യത്തിൽ ആ വിധവയുടെ പേരിൽ നിന്നുമാണ് ഈ പുസ്തകത്തിന് യൂദിത്ത് എന്ന പേര് ലഭിക്കുന്നത്. ഈ വിധവ നിരാശയിലാണ്ട ഇസ്രായേല്യർക്ക്, അവരുടെ നേതാക്കന്മാർക്ക് ധൈര്യം പകർന്ന വിശ്വാസത്തിൻ്റെ ആഴങ്ങളുള്ള ഒരു വിധവയായിരുന്നു. അവളുടെ കഥ, അവളെപ്രകാരമാണ് ഈ ജനത്തെ ധൈര്യപ്പെടുത്തിയത് എന്ന കഥ, അത് ഈ അധ്യായത്തിൽ നമുക്ക് വായിച്ചെടുക്കാം. ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കം ഒന്ന് ഹ്രസ്വമായി പരിശോധിക്കാം. 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിൽ യൂദിത്ത് എന്ന ഈ സ്ത്രീയുടെ, വിധവയുടെ വംശാവലിയും വൈധവ്യവും വിശദമാക്കുന്നു. 8-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളിൽ യൂദിത്ത് നഗരശ്രേഷ്ഠന്മാരുടെ നിലപാടുകളെ ധൈര്യപൂർവ്വം
ചോദ്യം ചെയ്യുന്നത് നമ്മൾ കാണുന്നു. 8-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 23 വരെയുള്ള തിരുവചന ഭാഗത്ത് വിശ്വാസമാണ്, കീഴടങ്ങുകയല്ല രക്ഷയ്ക്കുള്ള മാർഗം എന്ന് യൂദിത്ത് പ്രഖ്യാപിക്കുന്നു. 8-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളിൽ വിശ്വാസമാണ് രക്ഷയ്ക്കുള്ള മാർഗം എന്ന തൻ്റെ പ്രസ്താവനയെ സാധൂകരിക്കുന്നതിന് ഇന്നലകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം എന്ന് യൂദിത്ത് ജനനേതാക്കന്മാരെ ഓർപ്പിക്കുന്നു. 8-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളിൽ നഗരശ്രേഷ്ഠനായ ഉസിയ യൂദിത്തിനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. 8-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങളിൽ തൻ്റെ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങാൻ തയ്യാറാകുന്ന യൂദിത്ത് ഒരു രഹസ്യ പദ്ധതി തനിക്കുണ്ട് എന്ന് പറയുകയും അത് നടപ്പിലാക്കാനുള്ള അനുമതി നഗര ശ്രേഷ്ഠന്മാരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതവൾക്ക് ലഭിക്കുന്നു. ഈ ഓരോ ഭാഗവും വിശദമായി വായിച്ചുകൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിലാണ് യൂദിത്തിൻ്റെ വംശാവലിയും അവൾ എങ്ങനെ ഒരു വിധവയായി തീർന്നു എന്ന ചരിത്രവും നമ്മൾ വായിക്കുന്നത്. അക്കാലത്ത് യൂദിത്ത് ഈ കാര്യങ്ങൾ കേട്ടു. മെറാറിയുടെ മകളായിരുന്നു അവൾ. മെറാറിയുടെ പൂർവികർ തലമുറക്രമത്തിൽ ഓക്സ്, ജോസഫ്, ഒസിയേൽ, എൽക്കിയ, അനനിയാസ്, ഗിദയോൻ, റഫായിം, അഹിത്തൂബ്, ഏലിയ, ഹിൽക്കിയ, എലിയാബ്, നഥാനായേൽ, സലാമിയേൽ, സരസദായ്, ഇസ്രായേൽ. യൂദിത്തിൻ്റെ ഭർത്താവ് മനാസെ അവളുടെ കുടുംബത്തിലും ഗോത്രത്തിലും പെട്ടവനായിരുന്നു. ബാർലിക്കൊയ്ത്തിൻ്റെ കാലത്ത് അവൻ മരണമടഞ്ഞു. വയലിൽ കറ്റ കെട്ടുന്നതിന് മേൽനോട്ടം വഹിക്കുമ്പോൾ അവൻ കഠിനമായ ചൂടേറ്റ് വീണു. ശയ്യാവലംബിയായ അവൻ സ്വനഗരമായ ബത്തൂലിയായിൽ വെച്ച് മരണമടഞ്ഞു. അവർ അവനെ ദോഥാനും ബാലാമോനും മധ്യേയുള്ള വയലിൽ പിതാക്കന്മാരോടുകൂടെ സംസ്കരിച്ചു. വിധവയായിത്തീർന്ന യൂദിത്ത് 3 കൊല്ലവും 4 മാസവും വീട്ടിൽ താമസിച്ചു. അവൾ പുരമുകളിൽ ഒരു കൂടാരം നിർമ്മിച്ചു. അരയിൽ ചാക്ക് ചുറ്റുകയും വൈധവ്യ വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്തു. വിധവയായതിനു ശേഷം സാബത്തിൻ്റെ തലേനാളും സാബത്തും അമാവാസിയുടെ തലേനാളും അമാവാസിയും ഉത്സവ ദിനങ്ങളും ഇസ്രായേൽ ജനത്തിൻ്റെ ആഹ്ലാദ ദിനങ്ങളും ഒഴികെ മറ്റെല്ലാ ദിവസവും അവൾ ഉപവാസമനുഷ്ഠിച്ചു. അവൾ സുന്ദരിയും ആകർഷകമായ മുഖശോഭയുള്ളവളും ആയിരുന്നു. ഭർത്താവായ മനാസയുടെ വകയായി അവൾക്ക് സ്വർണവും വെള്ളിയും ദാസീദാസന്മാരും കന്നുകാലികളും വയലുകളും ലഭിച്ചു. അവൾ ഈ സമ്പത്ത് പരിപാലിച്ചു പോന്നു. ദൈവത്തോട് അതീവ ഭക്തിയുണ്ടായിരുന്ന അവളെ ആരും ദുഷിച്ചില്ല. നമ്മുടെ കഥയിലെ ഈ പുസ്തകത്തിലെ നായികയെ ഗ്രന്ഥകാരൻ നമുക്ക് വെളിപ്പെടുത്തുകയാണ്. യൂദിത്ത് എന്നാണ് അവളുടെ പേര്. യഹൂദിത്ത് എന്ന ഹീബ്രു നാമമാണ് യൂദിത്ത് എന്ന് ഇവിടെ വിവർത്തനം ചെയ്തിരിക്കുന്നത്. യഹൂദിത്ത് എന്ന പേരിൻ്റെ അർത്ഥം യഹൂദ വനിത എന്നാണ്. യഹൂദ എന്ന ഹീബ്രു വാക്കിൻ്റെ അർത്ഥം സ്തുതി, പ്രൈസ് എന്നാണ്. യഹൂദ എന്ന പദത്തിൽ നിന്നുമാണ് യൂദ എന്ന പേര് ഉണ്ടാകുന്നത്.
ആ യൂദ എന്ന പേരിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് യഹൂദിത്ത് അഥവാ യൂദിത്ത്. യഹൂദ വനിത എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. പേര് പറഞ്ഞതിന് ശേഷം 16 പൂർവികരുടെ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ദീർഘമായ വംശാവലി നൽകിക്കൊണ്ടാണ് ഈ ഗ്രന്ഥകാരൻ നായികയായ യൂദിത്തിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം ദീർഘമായ വംശാവലി പട്ടികകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ആ വംശാവലി പട്ടികകളെല്ലാം തന്നെ ഏതെങ്കിലും രാജാക്കന്മാരുടെയോ ഉന്നത കുലജാതരായ വ്യക്തികളുടെയോ ആണ്. പക്ഷേ ഇവിടെ വളരെ സവിശേഷമായ വിധത്തിൽ ഒരു സ്ത്രീയുടെ വംശാവലി പട്ടിക ഇത്രയും ദീർഘമായി പറയുന്നത് പഴയ നിയമത്തിൽ യൂദിത്തിൻ്റേത് മാത്രമായിട്ടാണ്. എന്താണ് യൂദിത്ത് എന്ന വനിതയുടെ ഇത്രയും ദീർഘമായ വംശാവലി പട്ടിക കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നാമതായി, ദീർഘമായ ഈ വംശാവലി പട്ടിക യൂദിത്ത് ഒരു ഉന്നത കുല ജാതയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. രണ്ടാമതായി, യൂദിത്ത് ശിമയോൻ ഗോത്രത്തിൽ ഉൾപ്പെടുന്നവളാണെന്നും ഈ വംശാവലിയുടെ വ്യക്തമാക്കുകയാണ്. മെറാറിയുടെ മകളാണ്, ശിമയോൻ ഗോത്രത്തിലാണ് അവൾ ജനിച്ചത് എന്ന് വ്യക്തമാക്കുന്നു. മൂന്നാമതായി, പ്രവാസാനന്തര കാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ പ്രവാസത്തിൽ നിന്നും തിരിച്ചു വന്ന വ്യക്തികളും കുടുംബങ്ങളും അവരുടെ വേരുകൾ, അവരുടെ കുടുംബ വേരുകൾ ഏതാണ് എന്ന് കണ്ടുപിടിക്കേണ്ടതും ഏത് ഗോത്രത്തിലാണ് അവർ ജനിച്ചത് എന്ന് വ്യക്തമാക്കേണ്ടതും പ്രവാസാനന്തര കാല സമൂഹത്തിൽ അവർക്ക് സ്വീകാര്യത ലഭിക്കുന്നതിന് ആവശ്യമായിരുന്നു. അവരുടെ വേരുകൾ, കുടുംബ വേരുകൾ, ഗോത്രത്തിൻ്റെ വേരുകൾ തെളിയിക്കാൻ സാധിക്കുമ്പോഴാണ് സമൂഹത്തിൽ അവർക്ക് മാന്യതയും സ്വീകാര്യതയും ലഭിച്ചിരുന്നത്. അതുകൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം യൂദിത്തിൻ്റെ വളരെ ദീർഘമായ ഒരു വംശാവലി പട്ടിക നൽകിയിട്ടുള്ളത്. യൂദിത്ത് എന്ന വ്യക്തിയുടെ പേര് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് 16 പൂർവികരുടെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വലിയ ഒരു വംശാവലി പട്ടിക യൂദിത്തിന് ഗ്രന്ഥകാരൻ നൽകിയിരിക്കുന്നത് എന്നതിൻ്റെ കാരണവും നമ്മൾ പറഞ്ഞു. അടുത്തതായി, യൂദിത്ത് എങ്ങനെ ഒരു വിധവയായി തീർന്നു എന്ന കാര്യമാണ് പറയുന്നത്. യൂദിത്തിൻ്റെ ഭർത്താവ് മനാസെ ആയിരുന്നു. മനാസെ എന്നായിരുന്നു അയാളുടെ പേര്. യൂദിത്തിൻ്റെ ഭർത്താവും യൂദിത്തിൻ്റെ അതേ ഗോത്രത്തിൽ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. അക്കാലത്ത് ഒരേ ഗോത്രത്തിലും കുടുംബത്തിലും പെട്ട ആളുകൾ പരസ്പരം വിവാഹം ചെയ്യുന്നത് ഇസ്രായേലിൽ പതിവായിരുന്നു. സാമാന്യം ധനാഢ്യനായ വ്യക്തിയായിരുന്നു മനാസെ. ഒരിക്കൽ വയലിൽ കൊയ്ത്ത് നടക്കുന്ന കാലം, കൊയ്ത്ത് നടക്കുന്ന കാലത്ത് ബാർലി കറ്റ കെട്ടുന്ന ആളുകളുടെ മേൽനോട്ടം വഹിച്ചുകൊണ്ടിരുന്ന മനാസെ അത്യുഷ്ണമായ ചൂടേറ്റ് തളർന്നു വീഴുകയും മരണപ്പെടുകയുമാണ്. അങ്ങനെ യൂദിത്ത് വിധവയായി. തൻ്റെ യൗവനത്തിൽ തന്നെ വിധവയായി തീർന്ന ദുര്യോഗം അവളെ വേട്ടയാടിയപ്പോൾ യൂദിത്ത് പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെടുകയാണ്. അവൾ നിരന്തരം ഉപവാസത്തിലും പ്രാർത്ഥനയിലും മുഴുകി ഒരു താപസ തുല്യമായ ജീവിതമാണ് നയിച്ചത് എന്ന് ഈ വിവരണം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. എന്നാൽ അവൾ സുന്ദരിയായിരുന്നു, മുഖശോഭയുള്ളവളായിരുന്നു, അതോടൊപ്പം തന്നെ അവൾ സമ്പന്നയുമായിരുന്നു. കാരണം ഭർത്താവിൻ്റെ മരണശേഷം ന്യായമായും അയാളുടെ സ്വത്തുവകകൾക്ക് കൂടി അവകാശിയായിരുന്നതിനാൽ അവൾക്ക് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. വിധവയായിരുന്നിട്ടും ഏവരാലും ബഹുമാനിക്കപ്പെട്ട സൽഗുണസമ്പന്നയും
ദൈവഭക്തയുമായിരുന്നു യൂദിത്ത് എന്ന് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുവചനം നമുക്കൊന്ന് വായിക്കാം. അവിടെ കൃത്യമായി പറയുകയാണ്, ദൈവത്തോട് അതീവ ഭക്തി ഉണ്ടായിരുന്ന അവളെ ആരും ദുഷിച്ചില്ല. ഓർക്കുക, അക്കാലത്ത് വിധവയായി എന്നൊറ്റ കാരണം കൊണ്ട് തന്നെ ആളുകൾ അവളെ ദുഷിക്കേണ്ടതാണ്. വൈധവ്യം ഒരു ശാപമായിട്ടായിരുന്നു അക്കാലത്ത് കണ്ടിരുന്നത്. പക്ഷേ യൂദിത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറ്റവും ആർക്കും അക്കാലത്ത് അവളിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നു മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആദരണീയമായ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു യൂദിത്ത്. ആർക്കും അവളെക്കുറിച്ച് മോശമായൊന്നും പറയാനില്ലായിരുന്നു എന്ന പ്രസ്താവന യൂദിത്തിൻ്റെ സ്വഭാവ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള യൂദിത്ത് സമൂഹത്തിൽ ആദരിക്കപ്പെട്ടിരുന്നവൾ, സമ്പന്നയായിരുന്നവൾ, സൗന്ദര്യമുണ്ടായിരുന്നവൾ, എന്നാൽ യൗവനത്തിൽ തന്നെ വിധവയായി തീരാൻ ദൗർഭാഗ്യം സിദ്ധിച്ചവൾ. അവൾ നഗരശ്രേഷ്ഠന്മാരുടെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്നതാണ് തുടർന്നു വരുന്ന വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവിടെ യൂദിത്ത് നഗരാധിപന്മാരുമായി നടത്തുന്ന സംഭാഷണം നമുക്കൊന്ന് ശ്രവിക്കാം. വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുത്ത് നമുക്ക് ഒരുമിച്ച് വായിക്കാം. അല്പം നീണ്ട ഒരു ഭാഗമാണ്. ജലക്ഷാമം കൊണ്ട് തളർന്ന ജനം ഭരണാധികാരിയുടെ മേൽ ചൊരിഞ്ഞ നീചമായ വാക്കുകളും 5 ദിവസം കഴിഞ്ഞ് നഗരം അസീറിയയ്ക്ക് അടിയറ വയ്ക്കാമെന്ന് ഉസിയ അവരോട് ആണയിട്ട് പറഞ്ഞതും യൂദിത്ത് കേട്ടു. അവൾ തൻ്റെ വസ്തുവകകളുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ദാസിയെ അയച്ച് നഗരശ്രേഷ്ഠന്മാരായ കാബ്രിസിനെയും കാർണിസിനെയും വിളിപ്പിച്ചു. അവൾ അവരോട് പറഞ്ഞു, ബത്തൂലിയ ജനത്തിൻ്റെ ഭരണകർത്താക്കളെ ശ്രദ്ധിച്ചു കേൾക്കുവിൻ. ഇന്ന് നിങ്ങൾ ജനത്തോട് പറഞ്ഞത് ശരിയായില്ല. നിർദ്ദിഷ്ട കാലാവധിക്കുള്ളിൽ കർത്താവ് തിരിഞ്ഞ് നമ്മെ സഹായിക്കാത്ത പക്ഷം നഗരം ശത്രുക്കൾക്ക് അടിയറ വെച്ചുകൊള്ളാമെന്ന് നിങ്ങൾ ദൈവത്തെയും നിങ്ങളെയും സാക്ഷിയാക്കി ആണയിട്ട് വാഗ്ദാനം ചെയ്തു. ഇന്ന് ദൈവത്തെ പരീക്ഷിക്കുകയും മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്ന നിങ്ങൾ ആരാണ്? സർവശക്തനായ കർത്താവിനെ നിങ്ങൾ പരീക്ഷിക്കുന്നു, എന്നാൽ നിങ്ങൾ ഒരിക്കലും ഒന്നും ഗ്രഹിക്കുകയില്ല. മനുഷ്യഹൃദയങ്ങളുടെ ഉള്ളറയിൽ പ്രവേശിച്ച് അവൻ ചിന്തിക്കുന്നതെന്തെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കാവില്ല. ഇവയെല്ലാം ഉണ്ടാക്കിയ ദൈവത്തെ പരീക്ഷിക്കാമെന്നും അവിടുത്തെ മനസ്സ് കാണുകയും ചിന്ത മനസ്സിലാക്കുകയും ചെയ്യാമെന്നും വിചാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? എൻ്റെ സഹോദരന്മാരെ, പാടില്ല. നമ്മുടെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കരുത്. ഈ 5 ദിവസത്തിനകം നമ്മെ രക്ഷിക്കാൻ അവിടുത്തേക്ക് ഇഷ്ടമില്ലെങ്കിൽ തന്നെയും തനിക്കിഷ്ടമുള്ള ഏത് സമയത്തും നമ്മെ രക്ഷിക്കാനോ ശത്രുക്കളുടെ മുൻപാകെ നമ്മെ നശിപ്പിക്കാനോ അവിടുത്തേക്ക് കഴിയും. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ലക്ഷ്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. ഭീഷണിക്ക് വഴങ്ങാനും തർക്കിച്ച് കീഴടക്കാനും ദൈവം മനുഷ്യനെ പോലെയല്ല. അതിനാൽ അവിടുത്തെ രക്ഷയ്ക്കായി നാം കാത്തിരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ വിളിച്ച് സഹായം അപേക്ഷിക്കാം. അവിടുന്ന് പ്രസാദിക്കുന്നെങ്കിൽ നമ്മുടെ സ്വരം ശ്രവിക്കും. ബത്തൂലിയ നഗരത്തെ അലട്ടിയിരുന്ന വലിയ വിപത്തിനെക്കുറിച്ച് യൂദിത്ത് അറിയുന്നു. ജലക്ഷാമം നിമിത്തം പൊറുതുമുട്ടിയ ആശയറ്റ ജനമുയർത്തിയ അവലാദികളും ജനഹിതത്തിന് കീഴടങ്ങി 5 ദിവസത്തിനുള്ളിൽ ദൈവം ഇടപെടുന്നില്ലെങ്കിൽ ശത്രുക്കൾക്ക് കീഴടങ്ങാമെന്ന് നഗരശ്രേഷ്ഠന്മാർ വാക്കുകൊടുത്തതും യൂദിത്തിൻ്റെ കാതുകളിലുമെത്തി. നഗരശ്രേഷ്ഠന്മാരുടെ ഈ നിലപാടിനോട് അവൾക്ക് വിരുദ്ധമായ അഭിപ്രായമുണ്ടായിരുന്നു. അവൾ തൻ്റെ വസ്തുവകകളുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ദാസിയെ അയച്ച് നഗരശ്രേഷ്ഠന്മാരായ കാബ്രിസിനെയും കാർമിസിനെയും വിളിപ്പിക്കുന്നു. പേര് പറയാത്ത ഈ ദാസി തുടർന്നും ഈ കഥയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഏതായാലും ഈ ദാസി കടന്നു ചെല്ലുമ്പോൾ നഗരശ്രേഷ്ഠന്മാർ യൂദിത്തിൻ്റെ അടുത്തേക്ക് വരുന്നു.
അതായത് നഗരശ്രേഷ്ഠന്മാരെ പോലും തൻ്റെ അടുത്തേക്ക് വിളിച്ച് ആളയച്ച് വിളിപ്പിക്കാനും അവരോട് അഭിപ്രായം പറയാനും അവരെ കുറ്റപ്പെടുത്താനും തിരുത്താനും വരെയുള്ള സ്വാധീനം അക്കാലത്ത് യൂതിത്തിന് ഉണ്ടായിരുന്നുവെന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് അനുമാനിക്കാൻ. യൂതിത്തിന് നഗരശ്രേഷ്ഠന്മാരുള്ള വിയോജിപ്പ് അവൾ തുറന്നു പറയുന്നു. നഗരശ്രേഷ്ഠന്മാർക്കെതിരെയുള്ള യൂതിത്തിൻ്റെ ആരോപണങ്ങളെല്ലാം നമ്മളിവിടെ വായിച്ചു കേട്ടു. വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവിന് ഇടപെടാൻ ഒരു സമയം നിശ്ചയിച്ചു എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ തെറ്റായിട്ട് അവൾ കാണുന്നത്. കാരണം അതുവഴി ദൈവത്തെ അവർ പരീക്ഷിക്കുകയും മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് അവൾ കരുതുന്നു. അവൾ പറയുന്നത് മനുഷ്യരുടെ മനസ്സ് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്തവരെങ്ങനെയാണ് ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതിശക്തമായ ഭാഷയിൽ നഗരാധിപന്മാരെ വിമർശിക്കുന്ന ഈ യൂതിത്തിൻ്റെ നിലപാടിനെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കുകയും പരിശോധിക്കുകയും ചെയ്യാം.